ഷഹബാസ് എന്ന് പറയുന്ന ഒരു പൊന്നുമകൻ. ആ മകൻ്റെ വിയോഗം അത്രമേൽ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ജീവിതത്തിൽ ഇനി ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട, തൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും താങ്ങും തണലുമായി ജീവിക്കേണ്ട ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും പ്രതീക്ഷയായിരുന്ന ആ പൊന്നുമകൻ്റെ വിയോഗം എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഞാനിന്നൊരു ഹൃദയഭേദകമായ ഒരു കത്ത് വായിക്കാനിടയായി. ഖബറിൽ നിന്നൊരു കത്ത്. എഴുതിയത് മുഹമ്മദ് ഷഹബാസ്. അതായത് മുഹമ്മദ് ഷഹബാസ് ഖബറിൽ കിടന്നുകൊണ്ടൊരു കത്ത് എഴുതിയാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ വളരെയധികം ഹൃദയഭേദകമായ, മനസ്സുവല്ലാതെ വിഷമിച്ചു പോകുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു കത്ത്. കരഞ്ഞുകൊണ്ടല്ലാതെ നമുക്ക് ആ കത്ത് വായിച്ചു തീർക്കാൻ കഴിയില്ല. ആ കത്തിലൂടെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും താൻ എപ്പോഴും കൂടെ കൂട്ടിയിരുന്ന തൻ്റെ പ്രിയപ്പെട്ട 3 അനുജന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. തന്നെ കൊന്നുകളഞ്ഞ 5 കൊടും ക്രിമിനലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. 5 ക്രിമിനലുകൾക്കും പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ നെറുകേടിനെക്കുറിച്ച് ഷഹബാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. വളരെ ദീർഘമായ ഒരു കത്താണത്. ആ കത്ത് ഞാനൊന്ന് വായിക്കാം. ഹലോ ചങ്ങായിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയുമായിരിക്കുമല്ലേ? എൻ്റെ പേര് മുഹമ്മദ് ഷഹബാസ് കെ. താമരശ്ശേരിയിലെ ചുങ്കമാണ് എൻ്റെ സ്വദേശം. MG ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. എനിക്ക് 15 വയസ്സായിരുന്നു. വീട്ടിൽ ഉപ്പയും ഉമ്മയും ചെറിയ 3 അനിയന്മാരുമുണ്ട്. എൻ്റെ ഉപ്പ ഒരു പ്രവാസിയായിരുന്നു. എല്ലാവരെയും പോലെ തന്നെ വീടെന്ന സ്വപ്നം കണ്ട് എൻ്റെ ഉപ്പയും ഒരു ചെറിയ വീടിൻ്റെ ചിത്രം മനസ്സിൽ വരച്ചിട്ടു. വീടിൻ്റെ പണി തുടങ്ങി ഏകദേശം പകുതി പണിയായപ്പോഴാണ് കൊറോണ വന്നത്. പാവം എൻ്റെ ഉപ്പ അത്യാവശ്യം കുറച്ച് കടങ്ങളൊക്കെ ആയിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. പിന്നെ പറയണ്ടല്ലോ, ആകെ സാമ്പത്തിക പ്രതിസന്ധി. വീടാണെങ്കിൽ ജപ്തിക്കും. അങ്ങനെ എൻ്റെ ഉപ്പാടെ ഒരു ചങ്ങായിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ലോൺ അടച്ചു. ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത്. വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധികൾ അങ്ങനെ വന്നും പോയും ഇരുന്നിരുന്നെങ്കിലും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്നിലായിരുന്നു മുഴുവൻ പ്രതീക്ഷയും. മൂത്ത മകനെന്ന സ്ഥാനത്ത് നിന്ന് ഞാനും അവർക്ക് നല്ല സമാധാനം നൽകിയിരുന്നു. അവർക്ക് എന്നെയും എനിക്ക് അവരെയും വളരെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ മക്കൾക്കൊരു കുറവും എൻ്റെ ഉപ്പയും ഉമ്മയും വരുത്തിയിട്ടില്ല. എൻ്റെ മാമന്മാരെ വിളിച്ച് എനിക്ക് പഠിക്കണമെന്നും നല്ല ജോലി വാങ്ങണമെന്നുമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അവരും നല്ല സപ്പോർട്ടായിരുന്നു. സത്യം പറയാമല്ലോ, എൻ്റെ പാവം ഉപ്പാടെ കഷ്ടപ്പാട് കണ്ടിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു ലക്ഷ്യം എന്നിൽ ഉടലെടുത്തത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും അനിയന്മാരെയുമാണ്. അവരാണ് എൻ്റെ എല്ലാം. അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. ഞാനൊരു ഫുട്ബോൾ ഭ്രാന്തനായിരുന്നു. പക്ഷെ 10ാം ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും പതിയെ പിന്മാറി. പഠിത്തത്തിൽ മാത്രമായി എൻ്റെ മുഴുവൻ ശ്രദ്ധയും. പഠിക്കണം, നല്ല ജോലി വാങ്ങണം, ഉപ്പാക്കും ഉമ്മാക്കും അനിയന്മാർക്കും താങ്ങും തണലുമാവണം. അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ നന്നായി പഠിച്ചു, നല്ലതുപോലെ പരിശ്രമിച്ചു. അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ടീച്ചേഴ്സിനോട് ചോദിച്ചു മനസ്സിലാക്കി. പ്രീ മോഡൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെ എഴുതി എൻ്റെ SSLC പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് എൻ്റെ അടുത്ത കൂട്ടുകാരൻ ചങ്ങായിമാര് തല്ലി എന്ന് പറഞ്ഞത്. നമ്മുടെ ഉറ്റ സുഹൃത്തിനെ ആരെങ്കിലും തല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാനാവുമോ? അതേ ഫീലിംഗ് ആണ് എനിക്കുമുണ്ടായത്. ഞാൻ അവൻ്റെ കൂടെ ചോദിക്കാൻ പോയി. പക്ഷേ എനിക്കറിയില്ലായിരുന്നു അവർ സംഘം ചേർന്ന് എന്നെ കൊല്ലാൻ നിൽക്കുകയാണ് എന്ന്. ഒരുപക്ഷെ അത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നില്ല. അവരെന്നെ കൊന്നാൽ എൻ്റെ കുടുംബത്തിന് പിന്നെ ആരാണുള്ളത്? ഞാൻ ചെന്നപ്പോൾ അവരെന്നെ തല്ലി. എന്തുകൊണ്ടാണ് തല്ലിയതെന്നറിയോ? നമ്മുടെ കരോട്ടക്കാരൊക്കെ ഉപയോഗിക്കുന്ന നെഞ്ചക്കില്ലേ, അതുകൊണ്ട്. സിനിമയിലൊക്കെ ഞാനത് കണ്ടിട്ടുള്ളൂ. കരുതുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, നല്ല വേദനയാ അതിന്. അതും അവരെൻ്റെ തലയ്ക്കാണ് തല്ലിയത്. എൻ്റെ ജീവൻ അങ്ങ് ശിരസിൽ കയറി. എല്ലാവരും പറയാറില്ലേ, കണ്ണിൽ നിന്ന് പൊന്നിയിച്ചു പാറിയെന്നൊക്കെ. അത് ഞാൻ അന്ന് ശരിക്കും അനുഭവിച്ചു. ഞാൻ വേദനയോടെ പൊള്ളയുന്നത് കണ്ട് അവർ ആനന്ദത്തോടെ നോക്കി നിന്നു. അവരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന മട്ടായിരുന്നു അവർക്ക്. സഹതാപത്തോടെ നിറഞ്ഞ വേദനയോടെ ഞാൻ അവരെ നോക്കി. ആരുടെയും കണ്ണിൽ ദയയുടെ ഒരംശം പോലുമില്ലായിരുന്നു. അവർക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ? ഞാൻ മാറിപ്പോയനെ. ഞാൻ കരുതിയില്ല അവരുടെ കയ്യിൽ നെഞ്ചക്കും ഇരുമ്പ് കട്ടയും കത്തിയുമൊക്കെ ഉണ്ടാകുമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും അവരും എൻ്റെ സഹപാഠികളല്ലേ. അവർക്കൊക്കെ ജീവിക്കാൻ പൂതിയുള്ളതുപോലെ എനിക്കുമുണ്ടെന്ന് അവർക്കറിയില്ലേ? എൻ്റെ കുടുംബത്തിന് ഏക ആശ്രയം ഞാനാണെന്നും അവർക്കറിയാം. എന്നിട്ടും അവരെന്നോട് അങ്ങനെയൊക്കെ ചെയ്തു. സഹിക്കുന്നില്ല കേട്ടോ. അടിയൊക്കെ കഴിഞ്ഞ് ഉള്ള ബോധത്തിൽ ഞാൻ വീട്ടിലേക്കെത്തി. പാവം എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ആ കാഴ്ച സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്കിഷ്ടമായിരുന്നു അവർക്കെന്നെ. മിക്കപ്പോഴും അറിയില്ലായിരുന്നു എൻ്റെ ദുനിയാവിൽ അവസാന നിമിഷങ്ങളാണ് അത് എന്നുള്ളത്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും അനിയന്മാരെയും കെട്ടിപ്പിടിച്ച് അവർക്കോരോ മുത്തം കൊടുത്തേനെ. എൻ്റെ തലയൊക്കെ നന്നായി പെരുക്കുന്നുണ്ടായിരുന്നു.
തല വലുതാവുന്നത് പോലെ എനിക്ക് തോന്നിയത്. പാവം എൻ്റെ ഉമ്മ കുറെ കരയുന്നുണ്ട്. എൻ്റെ കുട്ടിക്കൊന്നും പറ്റരുതേ എന്ന് നെഞ്ചത്തടിച്ച് പടച്ചവനോട് കേണപേക്ഷിക്കുന്നുണ്ട്. ഉമ്മാടെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ടാവുമല്ലേ. എൻ്റെ ഉമ്മാടെ സമനില തെറ്റിയുള്ള പ്രാർത്ഥന കേട്ട് ഒരു നിമിഷം പടച്ചവന് പോലും പൂതി ഉണ്ടായിട്ടുണ്ടാകും അവർക്കെന്നെ തിരിച്ചു കൊടുക്കാൻ. പക്ഷേ എൻ്റെ ചങ്ങാതിമാർ എൻ്റെ തലയ്ക്കല്ലേ തല്ലിയത്. തലയൊട്ടിയിലൊക്കെ പൊട്ടുണ്ടായിട്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാണ്? ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ തന്നെ എൻ്റെ ഉപ്പാക്ക് എന്നെ ചികിത്സിക്കാനൊക്കെ എവിടെ നിന്നാണ് പണം? പാവം എൻ്റെ ഉപ്പ അതും എവിടെന്നെങ്കിലുമൊക്കെ ഉണ്ടാക്കും. എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി പടച്ചവൻ എൻ്റെ ഉപ്പാടെയും ഉമ്മാടെയും ദുആക്ക് മുന്നിൽ കണ്ണടച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഉപ്പയും ഉമ്മയും അനിയന്മാരും കുടുംബങ്ങളും അയൽവാസികളും എൻ്റെ ചങ്ങാതിമാരുമൊക്കെ എൻ്റെ ചുറ്റുമിരുന്ന് കരയുകയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും അവസാന യാത്ര പോകാൻ അണിഞ്ഞൊരുങ്ങി കിടക്കുകയാണ്. എൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും കരയണ്ട എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. അവരെ ഒന്ന് സമാധാനിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ചങ്ങായിമാരൊക്കെ എന്നെ ഇത്രയധികം സ്നേഹിച്ചിരുന്നു അല്ലേ? നോക്കിയോക്ക്, അവരൊക്കെ എന്തൊരു കരച്ചിലാണ്. ക്യാമറയും മയക്കുമൊക്കെ ആയിട്ട് ഇത്രയധികം ആൾക്കാരാണ് എൻ്റെ വീട്ടിൽ. ആരോടും ഒന്നും പറയാനും മിണ്ടാനും സമാധാനിപ്പിക്കാനും പറ്റാണ്ട് ഞാൻ അങ്ങനെ കിടക്കുകയാണ്. റിപ്പോർട്ടർമാർ എൻ്റെ ചങ്ങായിമാരോടും ഉപ്പാനോടും ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെ എന്നെക്കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട്. എന്നെക്കുറിച്ച് അവരൊക്കെ എങ്ങനെ മോശം പറയാനാണല്ലേ? കാരണം ഞാൻ അത്രയ്ക്കും നല്ല കുട്ടിയായിട്ടാണ് വളർന്നത്. എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ എല്ലാവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനുമല്ലേ പഠിപ്പിച്ചത്. ചെറുപ്പം മുതൽ ഞാൻ അതല്ലേ ശീലിച്ചത്. ഞാൻ ആരെയും ഇന്നും വരെ ദ്രോഹിച്ചിട്ടില്ല. എല്ലാവർക്കും ഞാൻ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പാവം പിടിച്ച എൻ്റെ ഉപ്പ അവരോട് എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എൻ്റെ ഉപ്പാടെ ആകെ പ്രതീക്ഷ ഞാനായിരുന്നു. എന്താണ് എൻ്റെ ചങ്ങായി പറയണത്? എവിടെ പോകുമ്പോഴും അവനെയും വിളിക്കണതാണ്. അന്നു മാത്രം വിളിച്ചില്ല. അവനെ വിളിച്ചിട്ടിപ്പോ എന്താ അല്ലേ? അവർ പ്ലാൻ ഇട്ടത് എന്നെ കൊല്ലാനല്ലേ? നിങ്ങളും കേട്ടില്ലേ അവന്റെ വോയിസ്? ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്ന്. ആണുങ്ങളുണ്ടേൽ കൂടെ വരാനാ പറയണത്. ഓന് ഒറ്റ മൈൻഡാണ്. ഇപ്പൊ കണ്ടില്ലേ, അവൻ പറഞ്ഞതുപോലെ ചെയ്തു. എന്നെ തല്ലലും കൊല്ലലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിറയെ തല്ലിയവരുടെ മെസ്സേജ്. മാപ്പാക്കണം, അറിയാതെ ചെയ്തതാണ്, ഇങ്ങനെയാവും കരുതിയില്ല എന്നൊക്കെ. എനിക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ട അല്ലേ? പക്ഷെ എനിക്ക് വേദന ഉണ്ടായത് അതല്ല കേട്ടോ. എന്നെ തല്ലുന്നതിന്റെ തലേന്ന് അവരെന്നെ കൊല്ലാൻ പ്ലാൻ ഉണ്ടാക്കിയ മെസ്സേജസ് കണ്ടപ്പോഴാണ് ശരിക്കും എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞത്. അവര് പറഞ്ഞതൊക്കെ ശരിയാ. കൂട്ടത്തല്ലിനൊന്നും കേസ് അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന്. എത്ര ആൾക്കാരാ എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എനിക്ക് വേണ്ടി കരയാൻ. എന്നെ ഇതുവരെ പരിചയമില്ലാത്തവർ പോലും അവരുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുന്നു. എനിക്ക് വേണ്ടി കരയുന്നു. ഞാൻ അറിയാത്ത, എന്നെ അറിയാത്തവർ. എന്നെ കൊന്നവരെ ശപിക്കുന്നു. എത്ര ഉപ്പമാരും ഉമ്മമാരും ഇത്താത്തമാരും ഇക്കാക്കമാരും ഒക്കെയാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത്. മരണം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഞാൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുകയാണ്. എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നു. എന്റെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ എനിക്കായ ഹാഷ്ടാഗും ജസ്റ്റിസിന് വേണ്ടിയുള്ള പോരാട്ടവും. എന്തിനാ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആരും ബുദ്ധിമുട്ടണ്ട. ഇത് കേരളമാണ്. ഇവിടെ നിയമത്തിന് വിലയില്ലാത്തതല്ല, പേടിക്കുന്ന നിയമമില്ലാത്തതാണ്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയോക്ക്. എന്നെ കൊന്നവർ പറഞ്ഞതുപോലെ തന്നെയായില്ലേ? കൂട്ടത്തല്ലും കൂട്ടക്കൊലപാതകവും ഒക്കെ അങ്ങനെ നീണ്ടു പോകും. എന്റെ ഉപ്പാക്ക് സ്വാധീനമൊന്നുമില്ല. കേസ് നടത്താൻ പണവുമില്ല. SSLC പരീക്ഷ എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഇംഗ്ലീഷും കണക്കുമാണ് എന്റെ ഇഷ്ടവിഷയം. ബാക്കിയുള്ള വിഷയങ്ങളും ഞാൻ നന്നായി പഠിക്കും. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ 80% മാർക്ക് വാങ്ങി. ഇത്തവണ ഫുൾ A+ കിട്ടാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഞാൻ നന്നായി പഠിച്ചു, നന്നായി പരിശ്രമിച്ചു. ഊണും ഉറക്കവുമില്ലാതെ പഠിച്ചു. പക്ഷേ പരീക്ഷ എഴുതാനുള്ള അവസരം ഇല്ലാതാകുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. പരീക്ഷയ്ക്ക് നേരം വൈകി എത്തിയാൽ പരീക്ഷ എഴുതിപ്പിക്കില്ല എന്നും എനിക്കറിയാം. സമ്പൂർണമായ യൂണിഫോമും ID കാർഡും ഹാൾ ടിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നെനിക്കറിയാമായിരുന്നു. സ്വന്തം സഹപാഠിയെ യാതൊരു മനുഷ്യത്വമില്ലാതെ മൃഗീയമായി തലക്കടിച്ചു കൊന്നാൽ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതും ഒരു സമൂഹം മുഴുവനും വിലക്കിയിട്ടും 50-ൽ പരം പോലീസുകാരുടെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് അവരെ പരീക്ഷ എഴുതിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. വല്ലാതെ വിഷമമായി പോയി. മരിച്ചിട്ട് നന്നായി എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോയി. എന്റെ എത്ര വലിയ സ്വപ്നമാണ് ഇല്ലാതായതറിയോ? എന്റെ ഉമ്മ അലമാരയിൽ എന്റെ ഹാൾ ടിക്കറ്റും യൂണിഫോമും ബുക്കും ബാഗും എല്ലാം കാണുമ്പോൾ നെഞ്ചുപൊട്ടി നിലവിളിക്കുന്നുണ്ടാകില്ലേ? 3/3/2025 തിങ്കളാഴ്ച 628307 എന്ന രജിസ്റ്റർ നമ്പറിൽ അറബിക് പരീക്ഷ എഴുതാൻ ഷഹബാസ് എന്ന ഞാൻ മാത്രമല്ല,
എൻ്റെ വിയോഗം എൻ്റെ കൂട്ടുകാരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട്. അവർക്കാർക്കും ഒന്നും എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. പരീക്ഷാ ഹാളിനും ജുവനൈൽ ഹോമിനും പുറത്ത് ഒരുപറ്റം ആളുകൾ എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നുണ്ട്, എൻ്റെ കൊലയാളികളെ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ അവരെയെല്ലാം യാതൊരു ദയവുമില്ലാതെ പോലീസ് വലിച്ചു കൊണ്ടുപോവുകയാണ്. എൻ്റെ ഉമ്മാടെയും ഉപ്പാടെയും അടുത്ത് നിന്ന് ഹാൾ ടിക്കറ്റ് വാങ്ങി അവരുടെ അനുഗ്രഹം വാങ്ങി അനിയന്മാർക്ക് മുത്തം കൊടുത്ത് സലാം പറഞ്ഞ് പരീക്ഷയ്ക്കിറങ്ങാൻ ഞാൻ നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കയ്യും കാലും എൻ്റെ മനസ്സിനോടൊപ്പം നിൽക്കുന്നില്ല. എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. ഒരു നിമിഷത്തേക്ക് അതിയായ പരീക്ഷ എഴുതാനുള്ള മോഹം കൊണ്ട് ഞാനിന്ന് ജീവനോടെ ഇല്ല എന്ന കാര്യം ഞാൻ തന്നെ മറന്നുപോയി. എങ്ങനെ പരീക്ഷയ്ക്ക് പോകാനാണല്ലേ? ഞാൻ ഈ 6 അടി മണ്ണിന്റെ അടിയിലല്ലേ? എല്ലാവരും കൂടെ എന്നെ ഒറ്റക്കാക്കി. അവരെല്ലാവരും കൂടെ എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചില്ലേ? വല്ലാതെ വിഷമമാവുന്നുണ്ട് എനിക്ക്. ഇനിയുള്ള പരീക്ഷയ്ക്കും നോമ്പിനും പെരുന്നാളിനും ഫുട്ബോളിനും ഒന്നും ഞാനില്ല കേട്ടോ. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും മറ്റുള്ള മക്കൾ പരീക്ഷയ്ക്ക് പോകുന്നത് കാണുമ്പോൾ എന്തൊരു ഇടങ്ങേറാണ് നോക്ക്. അവർക്കത് താങ്ങാനാവുന്നില്ല. എൻ്റെ ഉമ്മാടെ കോലമൊന്ന് നോക്ക്. എൻ്റെ അനുജന്മാരെ പോലും എൻ്റെ ഉമ്മ നോക്കുന്നില്ല. ഉമ്മ ആരോടും മിണ്ടുന്നില്ല. ഒരു വക കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നില്ല. എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. പാവം സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് മയങ്ങി വീഴുകയാണ്. പാവം പിടിച്ച് എൻ്റെ ഉപ്പയോ ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി കുറെ വാദിക്കുന്നൊക്കെയുണ്ട്. എന്തിനാണ് ഉപ്പ വെറുതെ നിങ്ങൾ ഓരോന്നിങ്ങനെ പറയുന്നത്? നിങ്ങൾ വെറുതെ കിടന്ന് തൊണ്ട പൊട്ടിക്കേണ്ട ഉപ്പ. അവരൊക്കെ നല്ല പണവും സ്വാധീനവും ഉള്ളവരാണ്. അവരുടെ മുന്നിലൊന്നും പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയൂല. നിങ്ങൾ ഉമ്മാനെയും കുട്ടിയോളെയും നന്നായി നോക്കണം. അവർക്കൊരു കുറവും വരുത്തരുത്. കേസും കൂട്ടവുമായി നടക്കാനും അവരുടെ പോലെ പിടിപാടും പണവുമൊന്നും നമുക്കില്ലല്ലോ ഉപ്പ. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ മറക്കും, എഴുതിത്തള്ളും. കേരളത്തിൽ അങ്ങനെയല്ലേ? എൻ്റെ ഈ അവസ്ഥ ഇനി ഒരാൾക്കും വരാതിരിക്കാൻ നിങ്ങൾ പടച്ചവനോട് പറയണം. നിങ്ങൾ സമാധാനിക്കുപ്പ. പടച്ചവനുണ്ടല്ലോ നമ്മുടെ കൂടെ. ഇതുവരേക്കും ഒരു കുറവും വരുത്താതെ നോക്കിയ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും 1000 നന്ദി. പടച്ചവനെ, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ക്ഷമ കൊടുക്കണേ. ഇനി നിങ്ങളോടാണ് സുഹൃത്തുക്കളെ എനിക്ക് പറയുവാനുള്ളത്. അനുഭവം കൊണ്ട് പറയുകയാണ്. ചതിയന്മാരുടെ ലോകമാണ്. സ്നേഹത്തിനും മനുഷ്യത്വത്തിനും മനുഷ്യന്റെ ജീവന് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. യാതൊരുവിധ കാരണവശാലും ആരുമായും അടിയുണ്ടാക്കാനും വഴക്കിനും പ്രശ്നത്തിനും ഒന്നും പോകരുത്. നമ്മൾ കരുതുന്നത് പോലെയല്ല ആരും. ലഹരിയുടെയും കള്ളിന്റെയും ബോധമില്ലായ്മയിൽ പലരും പലതും ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷെ എൻ്റെ സഹപാഠികൾ എന്നെ അടിച്ചു കൊന്നത് നല്ല സ്വബോധത്തിൽ തന്നെയാണ്. പിന്നെ രുചിച്ചു നോക്കാനും കുടിച്ചു നോക്കാനും പല പല സാധനങ്ങളുമായി പലരും വരും. രക്തത്തിളപ്പിന്റെ ചൂടിൽ നമുക്കെല്ലാറ്റിനോടും അപ്പോൾ ഒരു ഹരമാണ്. തല്ലാനും കൊല്ലാനും വഴക്കുണ്ടാക്കാനും കള്ളുകുടിക്കാനും കഞ്ചാവ് വലിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഇതൊന്നുമില്ലാതെ സ്വസ്ഥമായി സമാധാനമായി ഒന്ന് ജീവിക്കാനാണ് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ട്. എല്ലാറ്റിൽ നിന്നും വിട്ടുനിൽക്കാനും നല്ലതും ചീത്തയും മനസ്സിലാക്കി ജീവിക്കാനും സാധിക്കണം. ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല, അവനവന് വേണ്ടി തന്നെ. നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി. ഉപദേശങ്ങളെ തള്ള വൈബിലേക്കും തന്ത വൈബിലേക്കും പക്ഷം ചേർക്കാതെ കുറച്ചെങ്കിലും അവരുടെ വാക്കുകളും ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. നമ്മളെക്കാൾ ജീവിതം പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണവർ. പക്വത നിറഞ്ഞ ആളുകൾ നമ്മളെ ഉപദേശിക്കുന്നത് നമ്മുടെ നല്ലതിനു വേണ്ടി മാത്രമാണ്. ആരുടെയെങ്കിലും കത്തിക്കിരയാവാനോ സ്വബോധം നശിക്കുന്ന തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ട് തീർക്കാനോ ഉള്ളതല്ല നമ്മുടെ ജീവിതം. എന്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും 2 തവണ ചിന്തിക്കുക. അല്ലെങ്കിൽ നഷ്ടം നമ്മുടെ കുടുംബത്തിന് മാത്രമാണ്. എൻ്റെ അവസ്ഥയും എൻ്റെ ഉമ്മാടെയും ഉപ്പാടെയും ഗതിയും ലോകത്തിന് ആർക്കും വരാതിരിക്കട്ടെ. എന്നെ അറിയാത്ത, ഞാൻ അറിയാത്ത നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി പോരാടുന്നത് കാണുമ്പോൾ, ശബ്ദിക്കുന്നത് കാണുമ്പോൾ, സമരം ചെയ്യുന്നത് കാണുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും പടച്ചവൻ എനിക്ക് ജീവൻ തിരിച്ചു തന്നെങ്കിലെന്ന് എനിക്ക് വല്ലാതെ പൂരി തോന്നുകയാണ്. എൻ്റെ ഉപ്പാടെയും ഉമ്മാടെയും കൂടെ നിൽക്കണം. അവർക്കിനി താങ്ങായും തണലുമായും നിങ്ങളൊക്കെയുള്ളൂ. സ്നേഹിച്ചവർക്കും ദ്രോഹിച്ചവർക്കും ശപിച്ചവർക്കും കൊന്നവർക്കും കൊല്ലിപ്പിച്ചവർക്കും കൂടെ നിന്നവർക്കും എനിക്ക് വേണ്ടി വാദിക്കുന്നവർക്കും എല്ലാവർക്കും നന്ദി മാത്രം എന്ന് ഒത്തിരി സ്നേഹത്തോടെ മുഹമ്മദ് ഷഹബാസ്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ ഈ കത്ത് കാണാനിടയായത്. ഷഹബാസ് എന്തായിരിക്കുമോ പറയാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് ഈ മനുഷ്യനും ഇതിൽ എഴുതിയിരിക്കുന്നത്. ഈ കത്തെഴുതിയ വ്യക്തി ഒരുപക്ഷെ ഷഹബാസിനെ പോലെ ഒരു മകനുള്ള ഒരു പിതാവായിരിക്കാം. ഈ കത്തെഴുതിയത് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമകന് ഈ റമളാൻ മാസത്തിന്റെ പവിത്രത കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഷഹബാസിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം 3 കുഞ്ഞ് അനുജന്മാർക്കും അള്ളാഹു എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സുകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.